friends, Assalamu alaikum. Welcome back to my channel Sanas Vlog. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ബി സേഫ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് സബ്ജക്റ്റ് ഇംഗ്ലീഷ് അല്ല, ഇന്ന് നമ്മൾ +1 നമ്മുടെ കൊമേഴ്സ് എടുത്തവർക്കറിയാം ഇക്കോണമിക്സ് ആണ് എടുക്കുന്നത്. അതിൽ തന്നെ നമ്മളുടെ ഇന്ത്യൻ ഇക്കോണമിക് ഡെവലപ്പ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 6 റൂറൽ ഡെവലപ്മെൻറ്റ് ചാപ്റ്ററിൽ സം ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. സം ടോപ്പിക്സ് എന്ന് പറയാനൊന്നുമില്ല, ഓൺലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ ലിമിറ്റേഷൻസ്, ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിങ്ങൾ ഓൾ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്സ് ആണ് നിങ്ങൾ കമൻറ്റ് വഴി തന്നെ അറിയിക്കാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. സോ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ യു ക്യാൻ സി ഹിയർ ദ ചാപ്റ്റർ ഈസ് ദാറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ്. സോ ഈ ചാപ്റ്ററിൽ നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ മെയിൻ എന്നല്ല ഒരു ടോപ്പിക്കാണ് എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ദ ടോപ്പിക് ഈസ് ദാറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. സോ അതിൽ നമുക്ക് കുറേ ഉണ്ടാവും. ഏതൊക്കെയാണ് അതിൽ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം അല്ലേ. സോ ചാപ്റ്റർ നെയിം ഈസ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ നമ്മൾ എന്താ പറയുക, സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. സോ ബിഫോർ ഗോയിങ് ടു ദി ഓർഗാനിക് ഫാമിംഗ് വി ഷുഡ് നോ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിലോട്ട് പോകുന്നതിന് മുൻപേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതാണ് നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, സോ ഇറ്റ് സേസ് ദാറ്റ് developing the economy or developing the rural areas or developing the country without making harmful to the economy or country. നമുക്ക് നമ്മളുടെ ഇക്കോണമി ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ റൂറൽ ഏരിയാസ് ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ കൺട്രി ഡെവലപ്പ് ചെയ്യാം. ബട്ട് അതൊന്നൊരു ഹാംഫുൾ ആവും, നമ്മുടെ കൺട്രീന് ഒരു ഹാംഫുള്ളായി തീരരുത്. എന്ത് ഈ ഡെവലപ്മെൻറ്റ്, നമ്മളുടെ ഈ ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ്, ബട്ട് അതൊരു ഹാംഫുൾ ആവാത്ത, ആർക്കും ഒരു രീതിയിലും ഏതൊരു രീതിയിലും ഹാംഫുൾ ആവാത്തൊരു രീതിയിൽ വേണം നമ്മളത് എന്താക്കുവാൻ, നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിനൊരു മെയിൻ 3 പോയിന്റ് പറയുന്നത് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി വിതൗട്ട് ഡാമേജിങ് നാച്ചുറൽ റിസോഴ്സസ്. ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി വിതൗട്ട് ഡാമേജിങ് നാച്ചുറൽ റിസോഴ്സസ്. വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി വിതൗട്ട് ഡാമേജിങ് നാച്ചുറൽ റിസോഴ്സസ്? So this is the first point, and second point is that healthy development. ദിസ് ഇസ് നോട്ട് പോയിൻ്റ് വൈസ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ഡെവലപ്മെൻറ്റ് കൺട്രീസ് അത് എന്താണ്, ദിസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് പറയാനുള്ളത് ഒരു 3 മെയിൻ പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആ 3 പോയിൻറ്റ്സ് കഴിഞ്ഞിട്ട് ഓരോന്നിനുമായിട്ട് ഓരോ ഡെഫിനിഷൻ തരാം. Okay, so first one is that development of country without damaging natural resources. Second one is that healthy development, and third one is that eco-friendly in nature. So first one is that development of country without damaging natural resources, also said to be the sustainable development. So this development of country without damaging natural resources is also said to be what? Yes, sustainable development. Okay, so ഇത് എന്തായിട്ട് പറയും? sustainable development എന്നും പറയും. Sustainable development is good, but it should not be harmful to the country's natural resources. എന്താ പറയുന്നത്? നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നല്ലതാണ്, ഓക്കെ, ബട്ട് അതെന്താകത്ത്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാംഫുൾ ടു ദി ഹാംഫുൾ ടു ദ കൺട്രീസ് നാച്ചുറൽ റിസോഴ്സ്. അതെന്താണ്, നമ്മുടെ കൺട്രിയിലെ നാച്ചുറൽ റിസോഴ്സിന് അതൊരു ഹാംഫുള്ളായി തീരരുത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഇതാണ്, ബട്ട് അതൊരു ഹാംഫുൾ ആകാത്ത രീതിയിൽ വേണം അത് നോക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് ഓൾറെഡി നാച്ചുറൽ റിസോഴ്സസ് ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ ദി അതർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, അപ്പം ഓൾറെഡി എന്തായിട്ടുണ്ട്, നാച്ചുറൽ റിസോഴ്സ് എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുണ്ട്
in the other chemical fertilizer. If chemical fertilizer, you know that, okay. So chemical fertilizers, high variety seeds due to the green revolution. Okay, you know that 8 types of green revolution. Yeah, right. I will say and give green revolution, white revolution, gold revolution, silver revolution, grey revolution, blue revolution, black revolution, yellow revolution. ഇങ്ങനെ റെവല്യൂഷൻസ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുണ്ട്. എന്തിന്? നാച്ചുറൽ റിസോഴ്സസിനെ ഓൾറെഡി എക്സ്പ്ലോയിറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ ഓരോ രീതിയിലും കെമിക്കൽ ഫെർട്ടിലൈസർ, ഹൈ വെറൈറ്റി സീഡ്സ്, ഈ ഓരോ രീതിയിലും നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് ഓൾറെഡി എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നല്ലതാണ്, പക്ഷേ എങ്കിലും നമ്മൾ എന്താക്കണം, നമ്മൾ അത് എംപ്ലോയ്മെൻറ്റ് അത് ഡെവലപ്പാക്കാം, നമ്മളുടെ കൺട്രി ഡെവലപ്പാക്കാം. പക്ഷേ അതെങ്ങനത്തെ രീതിയിലായിരിക്കണം? യെസ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാംഫുൾ ടു ദി കൺട്രീസ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, so that's all for first point. This is the definition of first point. And next one is that healthy development is required. Healthy development is called sustainable development. Okay, this healthy development is also called what? Yes, sustainable development. അപ്പോൾ നമ്മുടെ healthy developmentന് എന്ത് പറയുന്നു? Yes, sustainable development എന്ന് പറയുന്നു. Maintaining the ecological balance and developing the country is called sustainable development. നമ്മുടെ നമ്മുടെ കൺട്രി മെയിൻറ്റെയിൻ ചെയ്യുവാനും അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ബാലൻസ് ആൻഡ് ഡെവലപ്പിംഗ് ദ കൺട്രി, നമ്മുടെ കൺട്രി ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ എന്ത് പറയുന്നു? യെസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സോ ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ഇൻ ദ പാത്ത് ഓഫ് ഹെൽത്തി വേ. ഓക്കെ, നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതൊരു ഹെൽത്തി വേയിലായിരിക്കണം. നമ്മുടെ കൺട്രി ഡെവലപ്മെൻറ്റ് ഷുഡ് ബി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും അത് എങ്ങനെ ആയിരിക്കണം? യെസ്, ഹെൽത്തി വേ ആയിരിക്കണം. അത് ഏത് രീതിയിലായിരിക്കണം? യെസ്, ഹെൽത്തി വേ. കൺട്രി ഷുഡ് ബി ഡെവലപ്പ് ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാംഫുൾ ടു അതർ. കൺട്രി ഷുഡ് ബി ഡെവലപ്പ് ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാംഫുൾ ടു അതർ. അപ്പോൾ എന്താ പറയുന്നത്? ലാസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രി എന്താവണം? യെസ്, ഇറ്റ് ഷുഡ് ബി ഡെവലപ്പ്, അത് ഡെവലപ്പ് ആവണം. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാംഫുൾ ടു അത് വേറെ ആർക്കും ഒരു ഹാംഫുള്ളായി തീരരുത്. ദാറ്റ് മീൻ നാച്ചുറൽ റിസോഴ്സസിനോ ഒന്നിനും ഒരു ഹാംഫുള്ളായി തീരരുത് എന്നാണ് ഹെൽത്തി ഡെവലപ്മെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത്. സോ തേർഡ് പോയിന്റ് ഇസ് ദ eco-friendly nature. Development of country without harming the natural resources, it means maintaining the ecological balance and eco-friendly nature, living in eco-friendly nature. So it means one should has harmful to the natural resources while doing any developmental activities. One thing keep in mind, the natural resources can environment and should be be damaged. So while it is harmful, and നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. സോ വൈൽ ഡൂയിങ് എനി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, എന്തൊരു ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മൾ മൈൻഡിൽ ഓർക്കണം. വൺ തിങ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നാച്ചുറൽ റിസോഴ്സസ് ആർ എൻവയോൺമെൻറ്റ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഡാമേജ്. അത് എന്താ പറയുന്നത്? നാച്ചുറൽ റിസോഴ്സ് എൻവയോൺമെൻറ്റ് ആണ്, ബട്ട് അത് ഷുഡ് നോട്ട് ബി ഡാമേജ്, അത് ഡാമേജ് ആവരുത്. സോ അത് ഡാമേജ് ആവാതെ നോക്കണം എന്നുള്ള അതുകൊണ്ട് കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ദിസ് ഓൾ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഓർഗാനിക് ഫാമിംഗ്, ദാറ്റ് മീൻസ് ജൈവ കൃഷി. ഓക്കെ, ഓർഗാനിക് ഫാമിംഗ് ഇൻ മലയാളം മീൻസ് ജൈവ കൃഷി. So organic farming, agricultural system that uses ecological based pest controls and biological pesticides, fertilizers derived largely from animal and plant wastes and nitrogen fixing cover crops. അപ്പം ഇത് എന്താ പറയുന്നത് വെച്ചാൽ ഓർഗാനിക് ഫാമിംഗ് മീൻസ് വാട്ട് വിൽ സേ യെസ് ബയോഗ്യാസ്. നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ വേസ്റ്റ്, ആനിമൽസിൻ്റെ വേസ്റ്റ്, നമ്മുടെ ഫുഡ് വേസ്റ്റ്, നമ്മൾ ഫുഡ് കഴിക്കാൻ അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റസ്, ഇതൊക്കെ നമ്മൾ ഒരു ബയോഗ്യാസ്. ഓക്കെ, യു തിങ്ക് ദാറ്റ് ബയോഗ്യാസ്. ഓക്കെ, സോ വി ആർ പുട്ടിങ് ടു ദാറ്റ്, isn't it? Okay, so this is what mean yes organic farming. ഇതാണ് ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളൊരു മീനിങ് തരുന്നത്. എന്താണ്? നമ്മൾ ബയോഗ്യാസ് എന്താ വേസ്റ്റസ് ഒക്കെ കൊണ്ടുപോയി ഡസ്റ്റ് ചെയ്യുന്ന സ്ഥലം, ഒക്കെ ഇടുന്നൊരു സ്ഥലം, ഇറ്റ് ഈസ് ബയോഗ്യാസ്. ഓക്കെ, സോ അവിടെ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൗഡങ് വിത്ത് കോൾസ്. ഓക്കെ, കൗഡങ് ആക്കിയിട്ട് നമ്മൾ കോൾസ് ആക്കുന്നുണ്ട്, കത്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് ഫാമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ ഫിനിഷ്ഡ്. സോ വി ക്യാൻ ഗോ ടു അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. So the benefits of organic farming,
ഓർഗാനിക് ഫുഡ് ഹാസ് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ. നമ്മുടെ ഓർഗാനിക് ഫുഡിന് എന്തുണ്ട്? ഹൈ ന്യൂട്രീഷണൽ വാല്യൂ. നല്ല എന്താ പറയുക, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, യാ റൈറ്റ്. നല്ല നല്ല ന്യൂട്രീഷണൽ വാല്യൂ. ഓക്കെ, നല്ല ന്യൂട്രീഷണൽ ഫുഡ് ആയിട്ടുള്ള വാല്യൂ ഒക്കെ ഉണ്ട്. ഹൈ ന്യൂട്രീഷണൽ വാല്യൂ. ഓക്കെ, സോ second point, it is labor intensive, it generates more employment. It is labor intensive ആണ്, it generates more employment generate ചെയ്യുന്നുണ്ട്. Third point is that organic food has huge international market. Higher incomes can be earned through exports. Organic food has huge international market. നമ്മുടെ ഓർഗാനിക് ഫുഡിന് ഹ്യൂജ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, ഹയർ ഇൻകംസ് ക്യാൻ ബി ഏൺ ത്രൂ എക്സ്പോർട്ട്സ്. നമ്മുടെ ഹയർ ഇൻകംസ് ഒക്കെ നമുക്ക് ഏൺ ചെയ്യുന്ന എക്സ്പോർട്ട് രീതിയിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ. ദാറ്റ് ഈസ് ഇക്കോ ഫ്രണ്ട്ലിയും ആണ്, സസ്റ്റൈനബിൾ ആണ്. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വോട്ട് ഓർഗാനിക് ഫാമിംഗ്. Disadvantages of organic farming is that loss of soil fertility loss. Okay, second one, poisoning of soil and water. Poisoning of soil and water. നമ്മുടെ വാട്ടറിൻ്റെ സോയിലിന് പോയ്സൺസ്. കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് പ്രൊഡ്യൂസ് വിത്ത് പെസ്റ്റിസൈഡ്സ്. നമ്മുടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടാമിനേറ്റിംഗ് ഫുഡ്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് പെസ്റ്റിസൈഡ്സ്. ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രണ്ട്ലി പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ്. അത് നമ്മുടെ ഡിസ്ട്രക്ഷൻ, ഫ്രണ്ട്ലി പെസ്റ്റിനോടും ഇൻസെക്ട്സിനോടുള്ള ഡിസ്ട്രക്ഷൻസ്. ഡാമേജിങ് ദ ഇക്കോസിസ്റ്റം. നമ്മുടെ ഇക്കോസിസ്റ്റം ഡാമേജിങ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് what organic farming. And next one is that limitations of organic farming. So first one is that inadequate infrastructure and marketing problems. So നമ്മുടെ മാർക്കറ്റ് പ്രോബ്ലംസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റിംഗ് പ്രോബ്ലം. നമ്മുടെ ഇൻഎഡ്യൂക്കേറ്റഡ് അതല്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലെസ് അവെയർനെസ് എബൌട്ട് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, നമ്മൾക്ക് കുറഞ്ഞ അവെയർനെസ് ആണ് എന്തിനും കൊണ്ട്, ഓർഗാനിക് ഫാമിനും കൊണ്ട്. റിലക്റ്റൻസ് ഓഫ് ഫാമേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, റിലക്റ്റൻസ് ആണ് ഫാമേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ഓർഗാനിക് ഫാമിംഗ്. എന്തിനാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഓർഗാനിക് ഫാമിംഗ് ആയിട്ട്. ഈൽഡ് ഫ്രം ഓർഗാനിക് ഫാമിംഗ് ഈസ് ലെസ് ദാൻ മോഡേൺ ഫാമിംഗ്. ഈൽഡ് ഫ്രം ഓർഗാനിക് ഫാമിംഗ്, നമ്മുടെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഈൽഡ് ഈസ് ലെസ് ആണ്. അത് എന്തിനും അപേക്ഷിക്കും, മോഡേൺ ഫാമിങ്ങിനെ അപേക്ഷിക്കുമ്പോൾ. ഓർഗാനിക് പ്രൊഡക്ട്സ് ഹാവ് ഷോർട്ടർ ലൈഫ്. നമ്മുടെ ഓർഗാനിക് പ്രൊഡക്ട്സിന് എന്തുള്ളൂ, ഷോർട്ടർ ലൈഫേ ഉള്ളൂ. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ്. So I think that you all understood my class. So if you have any doubt means you can comment down in my comment box. Okay, so that's all. അപ്പോൾ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. പിന്നെ അതിൻ്റെ 3 പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ ഹെൽത്തി ഡെവലപ്മെൻറ്റ് അതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ഫാമിംഗ് ആണ്. അതിൻ്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ പഠിച്ചു. സോ ഐ തിങ്ക് ദാറ്റ് യു ഓൾ അണ്ടർസ്റ്റുഡ് മൈ ക്ലാസ്. സോ ഐ തിങ്ക് യു ഓൾ ലൈക്ഡ് മൈ വീഡിയോ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ മീൻസ് പ്ലീസ് ലൈക്ക് ദ ഹിൽ ബട്ടൺ ആൻഡ് പ്ലീസ് ക്ലിക്ക് ഔട്ട് ദ ബെൽ ഐക്കൺ. സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കാം. അപ്പം ലൈക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ്സ് ഓൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ സംടൈംസ് ഐ വിൽ ബി കമ്മിങ് വിത്ത് ആൻ അൺബോക്സിങ് വീഡിയോ. ഓക്കെ, അപ്പം ചിലപ്പോൾ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടായിരിക്കും അടുത്തൊരു ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വെയിറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദാറ്റ് ബൈ ബൈ.